ഹായ് കൂട്ടുകാരെ, ഫ്യൂച്ചർ ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് പണത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതേ രീതിയിലായിരിക്കും പണം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്, ദേഷ്യമാണ്, വാശിയാണ് അല്ലെങ്കിൽ നിരാശയാണ് വരുന്നതെങ്കിൽ നമുക്ക് എത്തിച്ചേരുന്ന പണവും അതേ രീതിയിൽ തന്നെ വിഷമതകളിലും കഷ്ടപ്പാടിലൂടെയേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അതല്ല, നമ്മൾ പണത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. എനിക്ക് പണം വളരെ ഇഷ്ടമാണ്, ഞാൻ പണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം ഹാപ്പിയാണ്, ഞാൻ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ പൈസയ്ക്ക് പോലും ഞാൻ താങ്ക്സ് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ പണം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ഹാപ്പിനെസ്സാണ് ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ ഒത്തിരി വഴികൾ നമുക്ക് പണം ഉണ്ടാക്കാനും പണം നമ്മളിലോട്ട് എത്തിച്ചേരാനും ഉള്ള ഒത്തിരി പോസിറ്റീവായ വഴികൾ നമുക്ക് മുന്നിൽ തുറന്നു വരും. അപ്പോൾ നമുക്ക് പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് അത് മാറ്റി നല്ല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടും നമ്മുടെ അടുത്തേക്ക് പണം എത്തിച്ചേരും. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, നിങ്ങൾ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതേ കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും എപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതേ കാര്യം തന്നെ നമ്മൾ ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് പറയുകയാണ്, എനിക്കിത് വേണം, എനിക്കിത് കൂടിയേ തീരൂ, ഇതിനു വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതെനിക്ക് വേണം 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 എന്ന് പറഞ്ഞ് നമുക്ക് അവസാനം അത് ലഭിക്കും. ലഭിച്ചതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ ഒരു കാര്യം സാധിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയും കൂടാതെ അത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് സത്യം. അത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മളിൽ എത്തിച്ചേരും. നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിച്ചു, നമ്മൾ അതിനെ അവിശ്വസിക്കാതെ വിശ്വസിച്ച് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ലഭിക്കും. അതിന് ലഭിക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആൾക്കാർ നമ്മളിലേക്ക് പ്രപഞ്ചം കണക്ട് ചെയ്ത് തരും. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിലോട്ട് ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ മനസ്സിനൊരു പവറുണ്ട്, എക്സ്ട്രാ പവർ. നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഈ ബാഹ്യമായ ലോകത്തെക്കാളും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പവറുണ്ട്, ഉപബോധ മനസ്സിൻ്റെ ശക്തി. ആ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്കാണ് ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും. ഈ എത്രയോ പാവപ്പെട്ടവരും പണക്കാരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യത്യാസം ചെയ്യുന്ന ആൾക്കാരില്ലേ, ഈ പാവപ്പെട്ടവരെന്ന് പറയുന്നത് അവർ ജന്മനാ പാവപ്പെട്ടവരാണെങ്കിലും അവരുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് അവർ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വളർച്ചയും വെൽത്തും നേടാൻ പറ്റും. പക്ഷെ അവരെ അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവർ ആ പവർ മനസ്സിലാക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സമയത്ത് എത്തിച്ചേരണം. അത് ആരെങ്കിലും വഴിയോ ഏതെങ്കിലും വീഡിയോ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിച്ചോ ഒക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ പവറിനെ വികസിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് എല്ലാ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും ഒരു സ്പെഷ്യൽ കഴിവ് എല്ലാവർക്കും ഉണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മുടെക്ക് വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അതല്ലാത്തവർ സാധാരണ ഒരു ജീവിതം പോലെ എന്തിനോ വേണ്ടി തിന്നുന്നു, കുടിക്കുന്നു, അങ്ങനെ അങ്ങ് ജീവിതം പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ പണത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മാറി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പണം ഏത് വിധത്തിലുള്ളതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് സ്ഥിതിയിലുള്ളവരാണെങ്കിലും നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് പണത്തെക്കുറിച്ച്? ഞാൻ ധനികനാകാൻ യോഗ്യനാണ്, എനിക്ക് സാമ്പത്തിക വിജയം ലഭിക്കാനുള്ള അർഹതയുണ്ട്. ആ ഒരു മൂല്യം, നമുക്ക് ഒത്തിരി അവകാശങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചതുകൊണ്ടോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഒരിക്കലും എനിക്ക് ധനികനാവാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. എനിക്ക് ധനികനാവാനുള്ള എല്ലാ അവകാശങ്ങളും ഈ ഭൂമിയിലുണ്ട്, എനിക്ക് ധനം കൊണ്ടുവരുന്നതിൽ നിന്നും തടയാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ധനം വരില്ല. നമ്മൾ ധനം വരുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അമിതമായിട്ട് ആഗ്രഹിക്കണം. എനിക്ക് സ്വന്തമായിട്ട്, ഞാനൊരു ഹൗസ് വൈഫാണെന്ന് വിചാരിച്ചോളൂ. ഹൗസ് വൈഫാണ്, എനിക്ക് വീട്ടിൽ എനിക്ക് ഹസ്ബൻഡുണ്ട്, അവർ ജോലി ചെയ്ത് എനിക്കും പിള്ളേർക്കും ഒക്കെ തരുന്നുണ്ടെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു ഇൻകം, എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ ചിലവുകൾക്ക് ഒരു ഇൻകം വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ എനിക്ക് എന്നെ തേടി വരും.
എനിക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈനിൽ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ട് തന്നെ പണം സമ്പാദിക്കാനുള്ളൊരു വഴി എനിക്ക് തുറന്നു വരും. അതിന് ഞാൻ ആഗ്രഹിക്കണം. എനിക്ക് പണം വേണം, എനിക്ക് സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആരുടെ കയ്യിലും മുന്നിൽ കൈ നീട്ടാതെ സ്വാതന്ത്ര്യത്തോടെ സമ്പത്ത് വിനിയോഗിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ പഠിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനും അറിവും വിജ്ഞാനമുള്ള വ്യക്തിയാണ്. പിന്നെ എന്ത് കാര്യത്തിലാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്? അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു, എനിക്കും വേണം ഒരു ധനസമ്പാദനത്തിനുള്ള മാർഗം. അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുക, അതിനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നൽകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എന്താണ്? പണം തന്നെയാണ്. അതിപ്പം നമ്മൾ പണം വലിയ കാര്യമല്ലെന്നൊക്കെ നമ്മൾ വെറുതെ വിടുവായിത്തരം പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി അതാണ് സത്യം, അതാണ് ശരിയായിട്ടുള്ള യാഥാർത്ഥ്യം. പണമില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. പണമില്ലാത്തവർക്ക് ഒരു വിലയും ഈ സമൂഹം നൽകുന്നില്ല. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ, അതിപ്പോൾ എല്ലാ ആണുങ്ങളെക്കുറിച്ച് പറയും, പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ധനമാണ് അവൻ്റെ പവറിന് എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ലോകത്ത് അതിനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ ലേഡീസ് ആണെങ്കിലും എല്ലാവർക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന് ഒരു പവറുണ്ട്. അത് നമ്മുടെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങൾക്കും നിദാനം അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾക്ക് പണത്തെക്കുറിച്ചുള്ള ചിന്തകളെ മാറ്റിയെടുക്കുക. പണത്തിനെക്കുറിച്ച് നമ്മളുടെ ചിന്താഗതികൾ പോസിറ്റീവായ രീതിയിൽ, പണത്തിന് എനിക്കും അവകാശമുണ്ട്, ഞാൻ ധനികനാകാൻ ഇപ്പോൾ ഇരിക്കുന്ന പോലത്തെ ഞാനല്ല, എനിക്ക് ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്, എനിക്ക് ഒത്തിരി കഴിവുകളുണ്ട്, പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കാതെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവ് വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ പണം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കോ അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസോ നമ്മൾ കാണുന്ന വീഡിയോസിലൂടെയൊക്കെ കളക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വഴി തെളിഞ്ഞു വരും, ഉറപ്പായിട്ടും തെളിഞ്ഞു വരും. ആ പോസിറ്റീവ് ചിന്താഗതിയിലൂടെ തന്നെ നമുക്ക് ഐഡിയാസ് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പുതിയ പുതിയ ഐഡിയകൾ ഉരുത്തിരിഞ്ഞു വരും. അതിന് റിലേറ്റഡായുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ബിസിനസ്, വീട്ടിലിരുന്നു കൊണ്ട് ഒരു ബിസിനസ്, അല്ലെങ്കിൽ നമുക്ക് പുറത്തൊരു ചെറിയ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി, നമുക്കിഷ്ടപ്പെട്ട ഒരു ജോലി കണ്ടുപിടിക്കണമെന്ന് നമുക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുക, റെസ്യൂമുകൾ അയക്കുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജോലി നമുക്ക് വേണം. അതെവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. എനിക്കിങ്ങനെ ഒരു ജോലിയാണ് വേണ്ടത്, ഇത്ര സമയത്തേക്കുള്ള ജോലിയാണ്, ഇന്ന ദിവസങ്ങളിൽ എനിക്ക് അവധി ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലിയാണ്, ഇത്ര ശമ്പളമാണ് എനിക്ക് ആഗ്രഹം. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കൂ. എന്നിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കാതെ എനിക്ക് കിട്ടിയതായിട്ട് സന്തോഷത്തോടെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്നു ചേരും. ഇന്ന് മുതൽ ജീവിതത്തിൽ എനിക്കെന്തൊക്കെയോ ആവണം, ഞാൻ പൈസയുള്ള ഒരു വ്യക്തിയായിത്തീരും, എനിക്ക് പണം എന്നിലേക്ക് വന്നു ചേരും എന്നൊരു ഉറച്ച വിശ്വാസം നമ്മളിൽ ഉടലെടുക്കണം. ഇനിയും തൊട്ട് നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കടങ്ങൾ, പ്രശ്നങ്ങൾ അതെല്ലാം എന്ന് തീരുമെന്ന് നെടുവീർപ്പിടുകയേ ചെയ്യരുത്. അതൊക്കെ തീരും, അതിനുള്ളൊരു വഴി എനിക്ക് ദൈവം തെളിയിച്ചു തരും, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എനിക്ക് വഴി കാണിച്ചു തരും എന്ന പോസിറ്റീവ് മനോഭാവത്തിലേക്ക് നമ്മൾ മാറണം. രണ്ടാമത്, നമ്മൾക്കും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണക്കാരനല്ല പണക്കാരിയാവാനുള്ള ഒരു അവകാശമുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മൾ എന്താണ് മനസ്സിനോട് പറയുന്നത് അത് നമ്മളായിത്തീരും. നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് ഒത്തിരി പ്രാവശ്യം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളിലോട്ട് ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. നിങ്ങളുടെ ചിന്തകൾ എന്താണ് അതാണ് നിങ്ങൾ എന്നാണല്ലോ, ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഉള്ളിലൊക്കെ എല്ലാവരുടെ ഉള്ളിലും ഓരോരോ കഴിവുണ്ട്. പക്ഷേ അത് നമ്മൾ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അതിനെ ഒന്നും പിടിതട്ടാതെ നമുക്ക് എന്തൊക്കെയോ ഇല്ലായ്മയുണ്ട്, അതിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് നമുക്കുള്ളതിനെ ഒന്നും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്നു മുതൽ നമുക്കുള്ളതിനെക്കുറിച്ചൊക്കെ നന്ദി പറഞ്ഞ് നമുക്ക് നേടാനുള്ളതിനെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിച്ച് അതിനുവേണ്ടി ചെറിയ ചെറിയ ഒരുക്കങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം എനിക്കൊത്തിരി വലിയ ധനവാനാകണം, ധനികയാകണം എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും നടക്കില്ല. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്സും, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ച് 2-3 പേരോട് സംസാരിച്ച് അഭിപ്രായം കേട്ട് എന്തെങ്കിലും ഇന്ന് തുടങ്ങാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കണം. നമ്മളൊന്ന് പുറത്തോട്ട് വെച്ചാൽ മതി കാലം, നമുക്കതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളെല്ലാം അടുപ്പിച്ച് കിട്ടും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നമ്മളിലോട്ട് എത്തിച്ചേരും. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. വേറെ ആരും നമ്മളെ പുഷ് ചെയ്യത്തില്ല, നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നത്. നമുക്കെന്താണ് ഇഷ്ടം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അത് നമ്മുടെ ബിസിനസ്സാക്കുക, അത് നമ്മുടെ ജോബാക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പണവും അതിൻ്റെ കൂടെ വന്നു ചേരും.
ഇനി തൊട്ട് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും, അത് പണത്തിൻ്റെ കാര്യമാണെങ്കിലും ജോലീൻ്റെ കാര്യമാണെങ്കിലും എന്തെങ്കിലും കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരിക്കലും അവിശ്വാസത്തോടെ ചിന്തിക്കരുത്. അതിനെക്കുറിച്ച് നല്ലത് തന്നെ വരുമെന്ന് വിചാരിക്കുക. അത് നടന്ന് കഴിഞ്ഞതായിട്ട് കണ്ട് ഒരു സ്വപ്നം പോലെ നമ്മളതിനെ കാണുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, അത് എനിക്ക് നേടിക്കിട്ടി, അതിൽ ഞാൻ ഹാപ്പിയാണ്, ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലോകത്തൊന്നും ഇല്ലാത്ത ഒരു സിനിമ പുതിയതായിട്ട് ഒരാൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. ആ സിനിമ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അയാളുടെ മനസ്സിൽ ആ സിനിമ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ സ്വപ്നങ്ങളും. നമുക്കെന്തോ ഒരു സ്വപ്നമുണ്ട്, അത് നമുക്ക് കിട്ടിയതല്ലെങ്കിൽ ഉണ്ടായതായിട്ട് നമ്മൾ മനസ്സിലങ്ങ് വിശ്വസിക്കുക. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അടുത്ത് വന്ന് നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ സഹായകമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.